പി.വി. അൻവർ എം.എൽ.എ. ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ തന്റെ പ്രതികരണം അറിയിച്ചത്. പി.വി. അൻവർ പുറത്തുവിട്ട ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തോട് അൻവറിന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം വിവിധ ആരോപണങ്ങളുമായി പ്രതികരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ വർഷങ്ങളായി ലീഗും പോഷക സംഘടനകളും പൊതുസമൂഹത്തോട് പറയുന്നതാണ്. അനാവശ്യമായ കേസുകളുടെ എണ്ണം കൂട്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഉൾപ്പെടെയുള്ള പോലീസ് നയത്തിനെതിരായി ലീഗ് നിരവധി പ്രതിഷേധ സമരവും നടത്തിയിട്ടുണ്ടെന്നായിരുന്നു അബ്ബാസ് അലി തങ്ങളുടെ മറുപടി. രണ്ടാമത്തെ ചോദ്യം മുഖ്യമന്ത്രിക്കും CPM-നും BJP-യുമായി രഹസ്യബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു. അതിന് ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോക്നാഥ് ബെഹ്റയുടെ നിയമനമൊക്കെ അതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. DGP സർവീസ് കഴിഞ്ഞുപോയ ബെഹ്റയെ വീണ്ടും കൊച്ചി മെട്രോയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് BJP ബന്ധത്തിന്റെ ഭാഗമായാണ്. തൃശൂരിലെ BJP വിജയത്തിലും ADGP ആയുള്ള അജിത് കുമാറിന്റെ വരവിലും ഈ ബന്ധം കാണാം. കേരളത്തിൽ BJP-യുടെ B ടീമായാണ് CPM-ന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ ഭരണത്തിലും CPM-നും നേട്ടമുണ്ടാകുന്നുണ്ടെന്നാണ് അബ്ബാസ് അലി തങ്ങളുടെ അഭിപ്രായം. അൻവർ മുസ്ലിം ലീഗിലേക്ക് വരാൻ താൽപര്യപ്പെട്ടാൽ ലീഗിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ലീഗ് ആരുടെ വരവും കാത്തിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും വരാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനം പറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലീഗിൽ നിന്ന് വ്യക്തി താൽപര്യങ്ങൾ കൊണ്ടാണ് മുൻപ് ചിലർ ഇടതുപക്ഷത്തേക്ക് പോയത്. തുടക്കത്തിലെ പൊലിമയ്ക്കപ്പുറം അവർക്കവിടെ അംഗീകാരം കുറഞ്ഞോ കൂടിയോ എന്നതൊന്നും ലീഗിന്റെ വിഷയമല്ല. ലീഗ് അവരുടെ അത്തരം കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കുന്നതേയില്ല എന്നും മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം നിലമ്പൂരിൽ അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം കേൾക്കാൻ എത്തിയവരിൽ ലീഗ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്നതായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർക്കാരിനെതിരായും നിലവിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ രാഷ്ട്രീയ വിഷയമായിരുന്നു നിലമ്പൂരിലെ പരിപാടി. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള കൗതുകം കൊണ്ട് ആരെങ്കിലും പോയോ എന്നറിയില്ല എന്നാണ് അബ്ബാസ് അലി തങ്ങൾ മറുപടി നൽകിയത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ലീഗിന്റെ സ്ഥാനത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് തീർച്ചയായും വിശദീകരണം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ലീഗ് സമുദായത്തിന് വേണ്ടി ഇതുവരെ എന്ത് ചെയ്തു എന്ന ചോദ്യം അൻവർ ചോദിച്ചിരുന്നു. ആ ചോദ്യം അബ്ബാസ് അലി തങ്ങളോട് ആവർത്തിച്ചപ്പോൾ അൻവർ ഇപ്പോൾ ഉയർത്തുന്ന ന്യൂനപക്ഷ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതാണെന്നാണ് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സാമുദായിക പ്രേമമാണത് എന്ന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ലീഗ് ചെയ്തതൊക്കെ അൻവർ ഒഴിച്ചുള്ള ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാമെന്നും ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജനങ്ങളുടെ കൂടെ നിന്ന പാർട്ടിയാണ് ലീഗെന്നും അദ്ദേഹം വ്യക്തമാക്കി.